ബൈത്തു സക്കാത്ത് കേരളയുടെ വിദ്യാഭ്യാസ സഹായ പദ്ധതി പൂർത്തീകരണ പ്രഖ്യാപന സമ്മേളനം കൊടുങ്ങല്ലൂരിൽ നടന്നു. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേന്ദ്ര കൂടിയാലോചനാ സമിതി അംഗം MI അബ്ദുൾ അസീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇസ്ലാമിന്റെ സൗന്ദര്യം പ്രതിഫലിപ്പിക്കാനും പ്രായോഗികമായി പ്രതിദാനം ചെയ്യാനും സക്കാത്തിന്റെ ശരിയായ വിതരണത്തിലൂടെ സാധ്യമാകണമെന്ന് MI അബ്ദുൾ അസീസ് പറഞ്ഞു. ദരിദ്രരും പഠിക്കാൻ സമൃദ്ധരുമായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതാണ് ബൈത്തു സക്കാത്ത് വിദ്യാഭ്യാസ സഹായ പദ്ധതി. ഇതിനകം 3138 വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകി. ഈ വർഷം 200 വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. സക്കാത്തിന്റെ സംഭരണവും വിതരണവും എല്ലാ മഹല്ലുകളും ഏറ്റെടുക്കണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേന്ദ്ര കൂടിയാലോചനാ സമിതി അംഗം MI അബ്ദുൾ അസീസ് പറഞ്ഞു. പല കാരണങ്ങളാൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുള്ള സമൂഹത്തിന് ഇസ്ലാമിന്റെ മഹനീയ മാതൃകകൾ പ്രാക്ടിക്കലായി കാണാൻ അവസരം സൃഷ്ടിക്കുക ബൈത്തു സക്കാത്ത് കേരള അതിന്റെ ദൗത്യമായി ഏറ്റെടുത്തിരിക്കുന്നു. ശാന്തിപുരം ARV കൺവെൻഷൻ സെന്ററിൽ നടന്ന സമ്മേളനത്തിൽ ബൈത്തു സക്കാത്ത് കേരള ചെയർമാൻ ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന് അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി, MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, KNM ജില്ലാ സെക്രട്ടറി EK ഇബ്രാഹിം കുട്ടി മൗലവി, ജമാഅത്തെ ഇസ്ലാമി കേരള വനിതാ വിഭാഗം വൈസ് പ്രസിഡന്റ് ഖദീജ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. മീഡിയ 1 തൃശൂർ.